ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിൽ പലരും രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ രാവിലെ നടക്കാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും അസുഖങ്ങളുടെയൊക്കെ പുറത്ത് ഇപ്പം ഡോക്ടർമാരെയൊക്കെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് തീരെ വ്യായാമമില്ല, അതുകൊണ്ട് നിങ്ങൾ അല്പദൂരം നടക്കുകയെങ്കിലും ചെയ്യണമെന്ന് അവർ നിർദ്ദേശിക്കും. അതിനനുസരിച്ചായിരിക്കും ഇവർ നടക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നടത്തം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വർക്കൗട്ട് അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഡെയിലി നടക്കുന്നത് നല്ലതാണ്, കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ കാർഡിയോ ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ നല്ല രീതിയിലാക്കാനും അത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് നടത്തം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറ്റുപറ്റി. നിങ്ങൾ നടത്തം എന്ന് പറയുന്ന അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് വ്യായാമങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണയായിട്ട് ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നു, അതിനുശേഷം അവർ മറ്റുള്ള കാര്യങ്ങളിലോട്ട് കിടക്കുന്നു, അതാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഈ നടത്തത്തിനോടൊപ്പം തന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു 4 വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഓക്കെ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചെയ്യുന്ന വ്യായാമങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു 4 ദിവസമോ പോട്ടെ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാം. നിങ്ങൾ നടന്ന് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാം, വളരെ നല്ലതാണ്. ഇതിനകത്ത് ഒരു കാർഡിയോ വ്യായാമവും ബാക്കിയുള്ളത് സ്ട്രെങ്തനിങ് വ്യായാമങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കിതുകൊണ്ട് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ നടക്കാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഈ വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഗുണങ്ങളാണ്. ഓക്കെ, ഈ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വ്യായാമങ്ങൾ കൂടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡിയോ കൂടുതൽ മെച്ചപ്പെടും, നമ്മുടെ ഹൃദയാരോഗ്യം കൂടുതൽ മെച്ചപ്പെടും. അതുകൂടാതെ ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കും, ഒരുപരിയായിട്ട് നമ്മുടെ മസിൽ ഉണ്ടാകുന്ന ലോസിനെ തടയും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പല പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകും. അപ്പം നമുക്ക് നേരെ ആ വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ സ്റ്റാമിനയൊക്കെ അല്പം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു 30 സെക്കൻഡ് വെച്ച് നിങ്ങൾക്കൊരു 3 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം. വളരെ നല്ല വർക്കൗട്ടുകളിലൊന്നാണ് ജമ്പിങ് ജാക്സ്. നമ്മുടെ ഫാറ്റ് ബേണിങ്ങിനൊക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. പുഷപ്സ് ആർക്കൊണ്ടും ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ്, നല്ലൊരു അപ്പർ ബോഡി വർക്കൗട്ടാണ്. അത് മാത്രമല്ല പുഷപ്സിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് മസിൽ, നമ്മുടെ ട്രൈസെപ്സ്, നമ്മുടെ അപ്പർ ബാക്ക്, നമ്മുടെ ഷോൾഡർ മസിലൊക്കെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ആ ഒരു ബോഡിയുടെ സ്ട്രെങ്തൊക്കെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ട് കൂടിയാണ് പുഷപ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഈ രീതിയിലാണ് നിങ്ങൾ പുഷപ്സ് ചെയ്യേണ്ടത്. പുഷപ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 10 റെപ്സെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് കാലിൻ്റെ മുട്ട് താഴേലിങ്ങനെ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് പുഷപ്സ്. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്ത് ശീലമില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാം. അപ്പം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാവുന്നതാണ്. 10 റെപ്സെങ്കിലും വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടിപൊളി വർക്കൗട്ടാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാങ്കിന് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ബോഡി സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് ഇതേ കണക്ക് നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 30 സെക്കൻഡെങ്കിലും നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ബോഡി പോസ്ചർ കറക്റ്റ് ആകാനും നിങ്ങളുടെ ഷോൾഡർ മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും നിങ്ങളുടെ കോർ മസിലിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ല ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ട് കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് പ്ലാങ്ക് പരിശീലിക്കാം ഇതേപോലെ. ഓക്കെ, നിങ്ങളെ കൊണ്ട് 30 സെക്കൻഡ് ആദ്യം നിങ്ങൾ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ സമയം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്കൊരു 3 സെറ്റ് ആവർത്തിക്കാം. വളരെ നല്ല വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ നടത്തത്തിനോടൊപ്പം തന്നെ പരിശീലിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ തുടക്കക്കാർക്ക് പ്ലാങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഒരു പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നിട്ട് ബോഡി സ്ട്രൈറ്റ് ആക്കി
നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് ഈ ഒരു കണക്ക് നിങ്ങൾക്ക് ഇത് പരിശീലിക്കാം. ഇതും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 30 സെക്കൻഡെങ്കിലും നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്ക സമയമാണെങ്കിലും ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് സമയം കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ശീലമാക്കുക. നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം അടുത്ത ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്വാട്ട് എന്ന് പറയുന്ന അത്ഭുത വർക്കൗട്ടാണ്. സ്ക്വാട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ താഴോട്ട് നനക്കിയിരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനൊക്കെ തന്നെ നിങ്ങളുടെ ലോവർ ബാക്ക്, നിങ്ങളുടെ ബോഡി പോസ്ചർ കറക്റ്റായിട്ട് നേരെ ആക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് തലയുടെ പ്രാവശ്യം കൈ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടും സ്ക്വാട്ട് ചെയ്യാം. സ്ക്വാട്ട് നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ഒരു 10 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. മികച്ച ഒരു ലോവർ ബോഡി വർക്കൗട്ടാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ കോർ സ്ട്രെങ്തനിങ്ങിനും അതിനൊക്കെ തന്നെ ഫാറ്റ് ബേണിങ്ങിനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ട് കൂടിയാണ്. അടുത്തത് നമുക്ക് മാറി ഇത് പരിശീലിക്കാവുന്നതാണ്. ഒരു ദിവസം നമ്മൾ സ്ക്വാട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേ കണക്ക് സുമോ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, കാലുകൾ നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ നിന്നും ഒരല്പം കൂടെ അകത്തി ഇതേ കണക്ക് നിന്നിട്ട് നിങ്ങൾക്ക് സുമോ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ടിന് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്നർ തൈസിൻ്റെയൊക്കെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാല് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി, അത്രയേ ഉള്ളൂ. നിങ്ങൾ മാറിത്തിരിഞ്ഞ് ഈ വർക്കൗട്ടുകൾ ശീലമാക്കുക. ഓക്കെ, ഇത് ലഞ്ചസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നല്ല ഒരു വർക്കൗട്ടാണ് ഇതെല്ലാം. അപ്പം ഈ 4 വർക്കൗട്ടുകൾ നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശീലമാക്കുക. വളരെയേറെ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്.